ഹലോ, കേക്കുന്നുണ്ട്. കാര്യം എന്താന്ന് പറ. എടീ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടാണ് വരുന്നത്. ഉഹും. ഞങ്ങൾ 2 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ആ, വന്നോ വന്നോ. നിങ്ങള് പറഞ്ഞതുപോലെ ഡിന്നറൊക്കെ എപ്പോഴേ റെഡിയാക്കി വെച്ചു. ആ, ഓക്കെ ഓക്കെ. ഉം. ഓക്കെ ഏട്ടാ. ബൈ. ബൈ. ആ? ആ, ആ, ഉം, അയ്യോ. നിങ്ങള് കേറി വാ. ഉം. അയ്യോ. വാ, വന്നിരിക്കടാ. ഏട്ടാ, ഞാൻ ചെന്ന് ചായ എടുത്തോണ്ട് വരാം. ഉം. അല്ല, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കെന്ത് വിശേഷടാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഏട്ടാ, ദാ ചായ എടുക്ക്. ഉം. 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 നിന്റെ വൈഫിനെ എനിക്ക് ഓൾറെഡി നന്നായി അറിയാം. എന്ത്? ഇവള് നിനക്ക് അറിയാവുന്നോ? ആ. എങ്ങനെ അറിയാവുന്ന? ഞാൻ ഒരു ദിവസം ഇവരെയും കൊണ്ട് ലോഡ്ജിലേക്ക് പോയിരുന്നു. അയ്യോ. മതി, നിർത്തേ. ഇതിൽ കൂടുതൽ നീ സംസാരിക്കരുത്. ഇതെന്റെ ഭാര്യയാണ്. ദേഷ്യപ്പെടലടാ, എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ശരി, അതൊക്കെ പോട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഉം. സോറിടാ, സോറി ട്ടോ. അതൊന്നും സാരമില്ല. ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഡിന്നർ എടുത്തു വെക്കാം. നിങ്ങൾ സംസാരിച്ചിട്ട് വാ. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആ, ഓക്കെ. ഉം. എടാ, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. നാട്ടിൽ എനിക്ക് ഒരാൾ പോലും പെണ്ണ് തന്നില്ല. ഞാൻ എത്രയോ സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടു, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ പെണ്ണ് കാണാൻ പോയ സ്ഥലത്തൊക്കെ എല്ലാവരും എനിക്ക് കാശില്ല, വീടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. ഇവളെ കണ്ടതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവൾ എന്റെ ലൈഫിൽ വന്നാൽ എന്റെ ജീവിതം നല്ലതാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ തന്നെയാണ് ഇവളോട് എന്നെ കല്യാണം കഴിക്കാവോ എന്ന് ചോദിച്ചത്. പക്ഷെ ഇവള് ഹോണസ്റ്റ് ആയിട്ട് ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത്, എനിക്ക് ഫാമിലി ലൈഫൊന്നും സെറ്റ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇതുപോലത്തെ ജോലിക്ക് പോകണ്ട, നിന്നെ ഞാൻ സന്തോഷത്തോടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അന്നു മുതൽ അവൾ ആ വൃത്തികെട്ട ജോലി ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ തുടങ്ങിയടാ. പക്ഷെ നീ ഇങ്ങനെ വന്ന് അവിടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അവൾ വല്ലാതെ ഡിസ്റ്റർബ് ആയെന്ന് തോന്നുന്നു. സോറിടാ, ക്ഷമിച്ചേക്ക്. ഞാൻ അറിയാതെ എന്തൊക്കെയോ സംസാരിച്ചു പോയി. ഞാൻ ഇന്ന് മുതൽ അവരെ എൻ്റെ കൂടെ പിറന്ന ഒരു അനിയത്തിയായിട്ടേ കാണും.